നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കൊടും തീവ്രവാദികൾ ഒത്തുചേരുന്നുവെന്നും ഭാവി പരിപാടികളെ പറ്റിയുള്ള കൂടിയാലോചനകളും തീവ്രവാദ ക്ലാസുകളും അവർ നൽകുന്നുവെന്ന വിവരവും മറനീക്കി പുറത്തുവന്നത്. RSS നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളടക്കം കൊടും മുസ്ലിം തീവ്രവാദികൾ നോമ്പുമായി ബന്ധപ്പെട്ട് 32 ദിവസം ഒരുമിച്ച് താമസിച്ച് ഗൂഢാലോചന നടത്തി എന്ന ഞെട്ടിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സാധാരണ മുസ്ലിം തടവുകാരെ ഈ തീവ്രവാദികൾ മർദ്ദിക്കാറുണ്ട് എന്ന വിവരവും ഇതിന്റെ കൂടെ വെളിയിൽ വന്നിരുന്നു. എന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നതിന് പുറകിലും കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന അവിശ്വസനീയമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന തീവ്രവാദികൾക്ക് സഹായം നൽകുന്നതിന് പിന്നിൽ CPM ആണെന്നാണ് ലഭ്യമാകുന്ന വിവരം. അവർ ആവശ്യപ്പെടുന്നതെല്ലാം എത്തിച്ചു നൽകുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കി നൽകണമെന്നും തടവുകാർക്ക് വേണ്ട പരിഗണന നൽകണമെന്നും ജയിൽ അധികൃതർക്ക് പാർട്ടിയുടെ നിർദ്ദേശം. ഈ നിർദ്ദേശം അനുസരിക്കേണ്ട അവസ്ഥയിലാണ് ജയിൽ ജീവനക്കാർ. CPMുമായി ബന്ധമുള്ള തടവുകാർക്ക് ജയിലിൽ നിന്ന് ലഭിക്കുന്ന സർവ്വ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നതിന് തീവ്രവാദികൾക്കും വേണ്ട ഇളവുകൾ CPM നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജയിലിൽ തീവ്രവാദികൾ സംഘടിക്കുന്നുവെന്ന ജന്മഭൂമി വാർത്ത പ്രസിദ്ധീകരിച്ചത് CPMന് നൊന്തതും ദേശാഭിമാനിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചതും സഹായത്തിന് പിന്നിൽ CPM ഉള്ളതിനാലാണ് എന്നിപ്പോൾ പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ശിക്ഷ അനുഭവിക്കുന്ന തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർക്ക് പുറത്തുനിന്ന് സഹായം എത്തിക്കുന്നതിന് പ്രത്യേക സംവിധാനം വരെ CPM ഒരുക്കിയിട്ടുണ്ട്. ജയിലിന് പുറത്ത് ജയിൽ കമ്മിറ്റി എന്ന പേരിൽ സഖാക്കൾ ഉൾപ്പെട്ട പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഈ കമ്മിറ്റിയിലും പകൽ DYFIയും രാത്രിയിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളിൽ പെട്ടവരും ഉണ്ട്. CPMന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ജയിൽ പ്രവർത്തിക്കേണ്ടത്. തടവുകാർക്കുള്ള ജോലികൾ നൽകേണ്ടത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുമായി ബന്ധമുള്ളവരെ കടുത്ത ജോലിക്ക് നിയോഗിക്കാൻ പാടില്ല. ജീവനക്കാർ ഇതനുസരിച്ച് ജോലികൾ വിഭജിച്ച് നൽകണം. അഥവാ കടുത്ത ജോലികൾ നൽകേണ്ടി വരികയാണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ സൂപ്പർവൈസർമാരാക്കും. പണിയൊന്നും ചെയ്യാതെ കറങ്ങി നടന്നാൽ മാത്രം മതിയാകും. ജീവനക്കാർ ചോദ്യം ചെയ്താൽ സ്ഥാനചലനം കേരളത്തിലെ വടക്കേ അറ്റത്തെ ജയിലിലേക്കാകും. അവിടെ പാർട്ടി സമ്മേളനമാണ് നടക്കുന്നതെന്നും തടവുകാർ വാർഡർമാരെ ആക്രമിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. തടവുകാരെ കാണാനെത്തുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറി മുതലുള്ളവർക്കും രാജകീയ സ്വീകരണമാണ് ജയിലിൽ അധികൃതർ ഒരുക്കേണ്ടത്. ഇതേ സ്വീകരണം തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവരെ അന്വേഷിച്ചു വരുന്നവർക്കും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.